Hi guys, welcome to my channel Sumaki Family. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു, ആൻഡ് പിന്നെന്താ ഇട്ട് കൊടുത്തത്? മുളക് പൊടി ആൻഡ് മല്ലിപ്പൊടി ഞാൻ കുറച്ചിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുരുമുളക് പൊടി അതും കുറച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചേർക്കുന്നത് ബിരിയാണി മസാല പൗഡറാണ്. അത് നമ്മൾ കുറച്ച് ഒരു നാലഞ്ച് ടേബിൾ സ്പൂണല്ല, ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. അപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ബിരിയാണി മസാലപ്പൊടി, പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എൻ്റെ സൗണ്ട് ക്ലിയർ ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്ന് മനസ്സിലാവുണ്ടോ എന്ന് അറിയില്ല. കാരണം എൻ്റെ തൊണ്ട, അതായത് ത്രോട്ട് അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പറയേണ്ടത് ചിലപ്പോൾ ക്ലിയർ ആവാൻ വഴിയില്ല. ചെറിയതായിട്ട് കോൾഡ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ നമ്മൾ കുറച്ച് തൈര് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇനി നമ്മൾ എന്തെങ്കിലും ചേർക്കണമെന്ന് നോക്കട്ടെ ഞാൻ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ നമ്മൾ അത് മാറ്റി വയ്ക്കും, ഒരു സൈഡിൽ മാറ്റി വയ്ക്കാം. ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പാത്രം അടച്ചൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ വയ്ക്കുക. അതിൽ ആ ചിക്കനിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്, കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയും മസാലാസ് നമ്മൾ ചേർത്തിട്ടുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല. ഇനി നമ്മൾ റൈസിനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 3 കപ്പ് റൈസ്, ബസ്മതി റൈസ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്, 3 കപ്പ് ബസ്മതി റൈസ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കണേന്നുള്ളത് ഓൾറെഡി നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, എങ്ങനെയാണ് റൈസ് തയ്യാറാക്കണേന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ. നമ്മളപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അരി സോക്ക് ചെയ്യാനായിട്ട് ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതും ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ച് നമ്മൾ കാഷ്യൂനട്ട്, റേസിൻസ് അതൊക്കെ വറുത്തെടുക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നെയ്യ് ഒഴിക്കുക, അതിലേക്ക് ആദ്യം കാഷ്യൂനട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ മുന്തിരി, അതേ കിസ്മിസ്, റേസിൻസ് എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കാഷ്യൂനട്ട്, റേസിൻസൊക്കെ നമ്മൾ ബിരിയാണിയിലിടുന്ന നല്ലൊരു ടേസ്റ്റുള്ള കൂട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ചേർത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ സവോള ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിൽ നമ്മൾ സവോള വഴറ്റിയിട്ടുള്ള പരിപാടികളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ മുന്തിരി റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഒരു ബൗളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ വറുത്തെടുത്തു. അതിനുശേഷം നമ്മൾ വേറൊരു വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആ വറുത്തെടുത്ത നെയ്യുണ്ടല്ലോ, അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുത്ത നെയ്യുണ്ടല്ലോ, കാഷ്യൂനട്ട്, അത് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് പിന്നെ കുറച്ചും കൂടി നെയ്യ് നമ്മൾ അതിലേക്ക് ചേർത്ത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഓയിൽ ചേർക്കുന്നുണ്ടോ? ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓയിലും കൂടി ചേർത്തിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോണേ, എൻ്റെ സവോള ഫ്രൈ ചെയ്തെടുക്കാനാണ് പോണത്. ഓക്കെ, സവോള നമ്മൾ ഫ്രൈ ചെയ്തെടുക്കില്ലേ, നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യാറില്ലേ, അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. നന്നായിട്ട് കനം കുറഞ്ഞരിഞ്ഞ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് ഇപ്പോൾ സവോള നന്നായിട്ടൊരു ബ്രൗൺ കളറായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ,
അപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ ഫ്രൈ ആക്കി വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതേ കടായിൽ തന്നെ നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്ത് നമ്മളൊരു ഷാലോ ഫ്രൈ ചെയ്യാണ്. ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നല്ല, ഷാലോ ഫ്രൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ പാത്രം അടച്ച് വേവിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം എല്ലാം ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ പാത്രം അടച്ച് കുക്ക് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് കണ്ടു നോക്കേ. അപ്പം നമ്മൾ വേറൊരു കടായി വെച്ചു. കാരണം ചോറ് വേവിക്കാനായിട്ട് നമ്മൾ ചിക്കൻ അപ്പം അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ അരി വെക്കാനുള്ള കാര്യങ്ങൾ അതിനുള്ള കടായി വെച്ചു കേട്ടോ. അപ്പോൾ അരിയൊക്കെ എന്താ പറയുക, ചോറ് വയ്ക്കാനായിട്ട് നമ്മൾ വെള്ളം, അതായത് 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊഴിച്ച് പിന്നെ നമ്മളതിൽ പട്ട, ഗ്രാമ്പൂ, ഏലക്ക നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു രീതിയിൽ തയ്യാറാക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യൊക്കെ ചേർത്ത് സവോളയൊക്കെ വഴറ്റി അങ്ങനെ ഈ ഹോൾ മസാല ഒക്കെ ഇട്ടിട്ട് വഴറ്റിയതിന് ശേഷം വെള്ളമൊഴിച്ച് അങ്ങനെയൊക്കെ ചെയ്യാം. വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ഇങ്ങനെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടൊക്കെ അങ്ങനെ നമ്മൾ വലിയ ഇതിൽ പോകുന്നില്ല. ഞാൻ പറയാം, വളരെ സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയാണ് ഞാൻ തയ്യാറാക്കണേ. അപ്പോൾ നമ്മളിതിലിപ്പോൾ ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ടു, കുറച്ച് നെയ്യിട്ടു, പിന്നെ ഉപ്പ് നമ്മൾ എന്താ പറയുക ഇടുന്നത് 3 കപ്പ് അരിക്ക്, അതായത് 3 ഗ്ലാസ് അരിക്ക് 3 ടീസ്പൂൺ ഉപ്പും പ്ലസ് 1 ടീസ്പൂൺ കൂടി ചേർത്ത് കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം. ഓക്കെ, ചോറിൽ. അപ്പോൾ അത് മുന്നിട്ട് വെച്ചാൽ വല്ലാണ്ടല്ല, 1 ടീസ്പൂൺ കൂടി ഇട്ടാൽ തന്നെയാണ് അത് കറക്റ്റ് എൻ്റെ ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത് ചേർത്തു. അതിനിടയിൽ നമ്മളിവിടെ ചിക്കനിൽ കുറച്ച് പെരിഞ്ജീരകം പൊടി ഇല്ലാത്തതുകൊണ്ട് പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തു. ഓക്കെ, അതായത് പെരിഞ്ജീരകം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുകയാണ്, ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് മുടി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചത്. ഇനി വെള്ളം ഇവിടെ വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് അരി കഴുകി വൃത്തിയാക്കി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. ആ സോക്ക് ചെയ്ത വെള്ളം കളഞ്ഞിട്ടാണ് നമ്മൾ ഈ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊരു ലോ ഫ്ലെയിമിൽ തിളച്ചിട്ട് വെള്ളം ഒന്ന് തിള വന്നു കഴിഞ്ഞിട്ട് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 to 20 മിനിറ്റ് അതിനുള്ളിൽ വെള്ളമൊക്കെ വറ്റി നമ്മുടെ റൈസ് റെഡിയാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോസ് നമ്മൾ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം കുക്കായിട്ടൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പുതിനയില ഉണ്ടെങ്കിൽ പുതിനയിലയും കൂടിയും നല്ലതാണ്. എൻ്റെ ഇല്ലാത്ത നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു ബിരിയാണി വെക്കാന്നുള്ള പ്ലാനിൽ ചെയ്തതാണ്. അപ്പോൾ അതായത് ചിക്കൻ കൊണ്ടുവന്നപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ പിന്നെ അർജുൻ ഉണ്ടായിരുന്നു വീട്ടിൽ. അവനൊരാഴ്ച ലീവ് ഉള്ളതുകൊണ്ട് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവന് ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം നമ്മളങ്ങനെ പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ മല്ലിയില ചേർത്തു ചിക്കനിലേക്ക്. പിന്നെ ഞാൻ കുറച്ച് നമ്മൾ സവോള ഫ്രൈ ചെയ്തതും കൂടി അതിൽ മിക്സ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ടും റൈസൻസും നമ്മൾ ഫ്രൈ ചെയ്തില്ലേ, അതും ഞാൻ ആ ചിക്കനിലേക്ക് കുറച്ചൊന്ന് എന്താ പറയുക മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ റൈസ് കണ്ടോ റെഡി ആയിട്ടുണ്ട്, കുക്കായിട്ട് വന്നിട്ടുണ്ട്. വെള്ളം കുറച്ച് അടിയിൽ കുറച്ചുണ്ടായിരുന്നു, അത് കുഴപ്പമില്ല. നമ്മളത് ഇനി ചോറ് നമ്മൾ ആ ചിക്കൻ്റെ ഇതിലേക്ക് നമ്മൾ മിക്സ് ആക്കുമ്പോൾ കുറച്ച് നേരം നമ്മൾ ചെറിയ തീയിലിട്ട് വേവിക്കും. അപ്പോൾ അത് വെള്ളമൊക്കെ വറ്റി പെർഫെക്റ്റ് ആവും. ഓക്കെ, കുറച്ച് വെള്ളം ലാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ അരിയൊക്കെ വെന്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാണിച്ചു തരാം. നമ്മളപ്പോൾ വീണ്ടും നമ്മൾ കടായി അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്.
വലിയ എന്താ പറയുക, നമ്മൾ ചിക്കനിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ചെറുതായിട്ട് ദം ചെയ്യാന്നുള്ള പരിപാടിയാണ്. ദം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് ദമ്മൊന്നും ചെയ്യണമെന്നില്ല. ചെറുതായിട്ട് ഫ്ലെയിം ഓണാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പാത്രം അടച്ച് കുറച്ച് നേരം ആ തീയിൽ ഇടണമെന്നേ ഉള്ളൂ. ശരിക്കും ദമ്മിങ് അങ്ങനെയൊന്നും അല്ല കേട്ടോ, കനലൊക്കെ വെച്ചിട്ടൊക്കെയുള്ള ദമ്മിങ്ങാണ്. അപ്പോൾ നമ്മളിതാ റൈസൊക്കെ ഫുള്ളും അതിൻ്റെ ചിക്കൻ്റെ മീതേക്ക് ഇട്ട് കൊടുത്ത് പരത്തിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റൈസ് ഫുള്ളും നിരത്തിയതിന് ശേഷം നമ്മളിത് സവോള ഫ്രൈ ചെയ്തതും കാഷ്യൂനട്ടും റൈസൻസും ഫ്രൈ ചെയ്തതും നമ്മൾ ചേർത്ത് കൊടുക്കും. പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കും. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും. പിന്നെ കുറച്ച് കളറ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്, അതായത് ഇടയിലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്, റൈസിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതാ എല്ലാം ചേർത്ത് ഇനിയിപ്പോൾ മല്ലിയില ചേർക്കാൻ പോവാണേ. അപ്പോൾ അർജുൻ ഒരാഴ്ച വീട്ടിലുണ്ടായിരുന്നു. അവൻ ശനിയാഴ്ച വന്നതാണ്. ഇപ്പോൾ തിങ്കളാഴ്ച പോകും. അവർ സ്കൂളിൽ റീജിയണൽ ക്ലസ്റ്റർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതായത് സ്പോർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ എന്താ പറയുക സ്ഥലത്തു നിന്നൊക്കെ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വന്നിട്ടുള്ള അവിടെയാണ് എൻ്റെ കോമ്പറ്റീഷനും, ഇവരുടെ സ്കൂളാണ് കോമ്പറ്റീഷൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഒരാഴ്ച ലീവായിരുന്നു. അപ്പോൾ അത് കാരണം ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ 2 ചെറിയ ബൗൾ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം, 1 ടേബിൾ സ്പൂൺ വെള്ളം 2 ഒഴിച്ചിട്ട് നമ്മൾ ഒരെണ്ണത്തിലൊരു യെല്ലോ കളറും ഒരെണ്ണത്തിൽ റെഡ് കളറും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഫുഡ് കളറാണ്. അപ്പോൾ ഒരെണ്ണത്തിൽ യെല്ലോ ഒരെണ്ണത്തിൽ റെഡും കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു റൈസിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കും, ചേർത്ത് കൊടുക്കും. നമ്മൾ ഈ സാഫ്രനൊക്കെ ഇല്ലേ, കുങ്കുമപ്പൂവൊക്കെ പാലിൽ ഇതാക്കുമല്ലോ, അതന്നെ സെയിം പരിപാടി. ഇപ്പോൾ ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാലെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പാലാണ് എടുത്താൽ കുറച്ചുകൂടി നല്ലതാണ്. പക്ഷെ ഞാൻ പാലെടുത്തില്ല, എളുപ്പം വെള്ളത്തിൽ കലക്കിന്ന് മാത്രം. എന്നിട്ടാ കണ്ടോ, ഇത് യെല്ലോ മറ്റേത് റെഡും. ഓക്കെ, അത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും, അത്ര. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചില റൈസിൽ റെഡ് കളറും ചില റൈസിൽ യെല്ലോ കളറും പിന്നെ വൈറ്റ് കളറും അങ്ങനെയായിരിക്കും നമ്മുടെ എന്താ പറയുക റൈസ് നമുക്ക് കിട്ടാം. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു രസത്തിനാണ് ഇത്, ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനൊരു രസത്തിന് ഒരു കളറൊക്കെ ഇങ്ങനെ ചെയ്യും, അതിൻ്റെ എനിക്ക് അങ്ങനെ ഇഷ്ടം അങ്ങനെ ചെയ്യാനായിട്ട്. പിന്നെ കുറച്ച് നെയ്യും കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പാത്രം അടച്ച് ഒരു 5 to 10 മിനിറ്റ് മതിയാവും. ഒരു 5 to 10 മിനിറ്റ് വരെ നമ്മൾ ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കി എടുക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് മതി കേട്ടോ. ചെറിയ തീയിലൊന്ന് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക എന്നുള്ള പരിപാടിയുള്ളൂ. ശരിക്കും നമ്മൾ ഡമ്മി എങ്ങനെയൊന്നല്ല കേട്ടോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. അതങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയാവും. നമ്മുടെ ബിരിയാണി കണ്ടോ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ആ റെഡ് കളറും യെല്ലോ കളറൊക്കെ കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ചിക്കൻ ബിരിയാണി. നിങ്ങളപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ മറുപടി തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഒരു സിമ്പിൾ വീഡിയോ ആണ്. പിന്നെ അർജുൻ എന്താ പറയുക, അവരുടെ സ്കൂളിൽ നിന്നൊരു പ്രൊജക്റ്റ് വർക്ക് ഉണ്ടായിരുന്നു, ഓർഗൻ ഡൊണേഷൻ ഡേക്ക് വേണ്ടിയിട്ടൊരു പോസ്റ്റർ തയ്യാറാക്കാം. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ. കുറച്ച് വർക്ക് സ്കൂളിൽ നിന്നൊക്കെ തന്നിട്ടുണ്ട് അവർക്ക്. പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങൾ ഒന്ന് മൂവി കാണാനായിട്ട് പോയി. അപ്പോൾ അവൻ വരുമ്പോൾ അവന് പുറത്തേക്കൊക്കെ ഒന്ന് പോകണ്ടേ, അതിന് വേണ്ടിയിട്ട് അവനും അവിടെ ഇരിക്കില്ല, വേറെ എവിടേക്കും അവർക്ക് പോകാനൊന്നും അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ മൂവി കാണാനായിട്ട് പോയി. വോയിസ് ഓഫ് സത്യനാഥൻ, ആ മൂവി ആട്ടോ കാണാൻ പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക എല്ലാവർക്കും, ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്കിനിയും നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.